ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ ആമസോൺ നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ഡീൽസും പ്രത്യേകിച്ച് സ്മാർട്ട് ഫോൺ ഡീൽസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ സെയിൽസിൻ്റെ കുറച്ച് ഡീലുകളാണ്. കുറേയൊക്കെ ഡീൽസ് ഇപ്പോൾ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം ഫ്ലിപ്കാർട്ടിൽ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗൂഗിൾ പിക്സലൊക്കെ, ഞാൻ ആക്ച്വലി ഒരു നമ്മുടെ ഒരു ലാപ്ടോപ്പ്, അതായത് ഒരു എന്താ പറയുക ക്യാരി ഫ്രണ്ട്ലി ലാപ്ടോപ്പ് നോക്കുന്നുണ്ട്. ആമസോണിൽ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ചോയ്സുകളൊന്നും കണ്ടില്ല. ഫ്ലിപ്കാർട്ടിലാണ് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അസൂസിൻ്റെ ചില മോഡലിലൊക്കെ ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ്ലി അവർ സെല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കാൻ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ആഴ്ച തന്നെ വാങ്ങിക്കുന്നത് വെച്ചാൽ ഓൾറെഡി അവർ കാണിക്കുന്നുണ്ടായി എന്താ പറയുക ഫ്ലിപ്കാർട്ട് സെയിൽസിലത്തെ പ്രൈസാണെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ചില മോഡലിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റേ സെയിം ഓഫർ തന്നെയായിരിക്കും. അത്യാവശ്യം ഇപ്പോഴും നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീൽസിലേക്ക് കിടക്കാം. സ്മാർട്ട് ഫോൺ ഡീൽസ് തന്നെ ഞാൻ മെയിൻലി പറയാൻ പോകുന്നത്. ആദ്യത്തെ ഡീൽ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ പിക്സൽ 9 ആണ്. 36 രൂപയ്ക്ക് കിട്ടുന്നതാണ് ആക്ച്വലി ഇപ്പോൾ ഒരു പുറത്ത് വിട്ടേക്കുന്ന ന്യൂസുകളൊക്കെ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസം ഓരോ ബ്രാൻഡിൻ്റെ സാധനം അൺലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ S24 Ultra എന്തായാലും 69,999 ഓൾറെഡി കുറച്ച് ദിവസം മുമ്പ് ഒരു കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗൂഗിൾ പിക്സൽ 9 34,999, 35. പിക്സൽ 9 Pro XL-നാണെങ്കിൽ 84,999. അത് നല്ല ഡീലാണ് കേട്ടോ. 84,999 പിക്സൽ 9 XL. പിന്നെ ഏതാ പിക്സൽ 9 ഫോൾഡിനാണെങ്കിൽ 1,00,000 രൂപ. ഗൂഗിൾ പിക്സൽ 10-നാണെങ്കിൽ 69,999. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ 10,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. 69,999 ആയിട്ടുണ്ട്. പിക്സൽ 10 Pro XL-ആണെങ്കിൽ 1,10,000 രൂപ. പിക്സൽ 10 Pro-നാണെങ്കിൽ 67,999. സെയിം പ്രൈസ് ഓഫ് പിക്സൽ 10. അതെന്താ അതെനിക്ക് തോന്നുന്നു ഒരു തെറ്റി കൊടുത്തേക്കുന്നതാന്ന് തോന്നിട്ടാ. നോക്കിയേ, പിക്സൽ 10-നും 10 Pro-നും ഒരു സെയിം പ്രൈസ് അവർ തരുന്നത് 67,999. ഫ്രം 69,999 തന്നെയാണ്. പക്ഷെ അത് തെറ്റല്ലേ? ഫ്രം 69 കിട്ടാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ അടുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി S24 സ്നാപ്ഡ്രാഗൺ 8 Gen 3 വേർഷൻ 40-ന്റെ റേഞ്ചിൽ, 40-ന്റെ താഴെ റേഞ്ചിൽ വരാൻ പോകുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒപ്പോ K13X, പിന്നെ S25 FE ഒക്കെ പുതിയത് ലോഞ്ച് ചെയ്യുന്നത്. അതൊന്നും പക്ഷേ എന്താ പറയുക ഓഫർ ഡീലൊന്നും വരില്ല, അത് ഉറപ്പാണ്. പിന്നെ S24 FE പ്രൈസ് ഡീൽ വരുന്നുണ്ട്. സാംസങ്ങിൻ്റെ പ്രൈസ് ഡീൽ ഓപ്പൺ ആകാൻ പോകുന്നുള്ളൂ കേട്ടോ. F36-ന്റെ വരുന്നുണ്ട്. പിന്നെ റിയൽമി 15 Pro ഞാൻ അങ്ങനെ പക്ഷേ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നല്ല ഡീലിൽ കിട്ടിയാൽ മാത്രം നിങ്ങൾ വാങ്ങിച്ചാൽ മതി. ആക്സിസ് ബാങ്കിനും ICICI ബാങ്കിനും എന്തായാലും ഓഫർ ഉണ്ട് കേട്ടോ. ഓൾറെഡി കാണിക്കുന്നുണ്ട് ഒരു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഞാനിത് അപ്ലൈ ചെയ്യാനുള്ള ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. നമ്മുടെ മെയിൻ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കണ്ടിട്ടായിരിക്കും. പിന്നെ ഏതാ, ഇതൊക്കെയാണ് മെയിൻലി ഡീല്. iPhone 16 എന്തായാലും വന്നിട്ടുണ്ട്. 50 റേഞ്ചിൽ കിട്ടുന്ന പറഞ്ഞേക്കുന്നത്. ഇന്ന് രാത്രി 7 മണിക്ക് അതിൻ്റെ പ്രൈസ് പുറത്തേക്ക് വിടും. iPhone 16-ന്റെ 128 GB ആയിരിക്കും. 128 GB ഒന്നും വാങ്ങിക്കാനില്ല കേട്ടോ, ഒരു കാര്യമില്ല. ഇപ്പം 256 GB എങ്കിലും വേണം. പിന്നെ ഏതാ, മോട്ടോറോളയ്ക്ക് മോട്ടോ 60 Pro-നും വലിയ കാര്യമായിട്ടുള്ള പ്രൈസ് കട്ട് വരുന്നില്ല എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. പിന്നെ വിവോൻ്റെ X200 FE-നും പ്രൈസ് കട്ട് വരുന്നുണ്ട്. പിന്നെ ഏതാ ഫേമസ് ആയിട്ടുള്ള മോഡൽ ഏതൊക്കെയാണ്? വിവോ V60-ന് പ്രൈസ് കട്ട് വരുന്നുണ്ട്. പിന്നെ നത്തിങ് ഫോൺ 3A, ആ 3A സീരീസുകൾക്ക് പ്രൈസ് കട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും അവർ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടില്ല. ആക്ച്വലി ഇന്നലെ വന്നേക്കുന്നതാണ് നമ്മുടെ പിക്സലിൻ്റെ സാധനം. അത് അത്യാവശ്യം നല്ല ഡീലാണ് കേട്ടോ. 35 രൂപയ്ക്ക് ഗൂഗിൾ പിക്സൽ 9 എന്ന് പറയുമ്പോൾ 256 GB വെർഷനാണ് ആക്ച്വലി ഇന്ത്യയിൽ ഇറങ്ങിയെന്നുള്ളത്. നല്ല ഞാൻ ഓൾറെഡി അൺബോക്സിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഡീലാണ്. നല്ല അത്യാവശ്യം 35 രൂപയ്ക്ക് എന്തായാലും നല്ല ഡീലാണ്. പ്രത്യേകിച്ച് നിങ്ങളൊരു പിക്സൽ യൂസറാ അല്ലെങ്കിൽ പിക്സൽ ലവറൊക്കെ ആണെങ്കിൽ നല്ല ഡീൽ തന്നെയാണ്. അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ S25 Ultra എന്തായാലും S25 Ultraയ്ക്കും ചെറിയൊരു പ്രൈസ് ഡീൽ വരുന്നുണ്ട്. S25 Plus-ന് വരുന്നുണ്ട്. പിക്സൽ 3A Pro ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതാ, പിന്നെ റിയൽമിയുടെ ഞാൻ പറയുന്നില്ല കേട്ടോ. അത് ഇനി ഇത് ആക്ച്വലി ഓരോ ദിവസം ഓരോ ബ്രാൻഡ് ഒരു ഡീല് പുറത്തേക്ക് വിടാനുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ പുതിയ പരിപാടി എന്നുണ്ട്. മോട്ടോറോളയ്ക്ക് 12-ാം തീയതി വിടുക, ഇന്ന് നാളെ വിടും. റിയൽമി 13-ാം തീയതി, നത്തിങ് ഫോൺ ആണെങ്കിൽ 14-ാം തീയതി, പൊക്കോ 15-ാം തീയതി, സാംസങ് 16-ാം തീയതി, ഒപ്പോ 17-ാം തീയതി, പിന്നെ ഏതാ വിവോൻ്റെ 18-ാം തീയതി, ടെക്നോ 19th, ഷോമി 19th കേട്ടോ. ഇതാണ് അവർ പുറത്ത് വിടാനുള്ള നമ്മുടെ എന്താ പറയുക ഡീൽ പ്രൈസ് ഓപ്പൺ ചെയ്യാനുള്ള ഡേറ്റുകൾ. ഞാൻ എന്തായാലും ഈ ഒരു സെയിൽസിൽ ഞാനൊരു ലാപ്ടോപ്പും ഒരു നമ്മുടെ S24 Ultra വാങ്ങിക്കാനുള്ള ഉദ്ദേശമുണ്ട്. S24 Ultra ഞാൻ ആമസോണിൽ നിന്ന് എന്തായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് S24 Ultra വാങ്ങിക്കില്ല. പക്ഷേ ലാപ്ടോപ്പ് ചിലപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ സുസിനെയും കോൺടാക്ട് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ഈ മോഡൽ അവരുടെ ഒഫീഷ്യൽ സെല്ലർ ഫ്ലിപ്കാർട്ടാണെന്നാണ്. അപ്പോൾ അതിന് ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. എന്നാലും ഒരു വിശ്വാസപ്പോലെ എനിക്ക് ഇവന്മാരെ ഭയങ്കര സംശയമാണ് ഫ്ലിപ്കാർട്ടിനെ. അത് ഓഫ്ലൈൻ ഇല്ല, ഓൺലൈൻ മാത്രമല്ല, അതാണ് കുഴപ്പം.
പക്ഷേ പിന്നെ S24 Ultra ഞാൻ ഒന്നെങ്കിൽ ആമസോൺ അല്ലെങ്കിൽ ഒഫീഷ്യൽ സാംസങ് ഷോപ്പ് സൈറ്റ് ഓൺലൈൻ സൈറ്റ്സ് ഇടുക. അത് ഡീല് വരുന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ. മിക്കവാറും ഉറപ്പിച്ചിട്ടില്ല. S24 Ultra മിക്കവാറും വാങ്ങിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വെച്ചാൽ കുറേ പേര് പറയുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റുകൾ ഇതിനായിരുന്നു ഈ സെയിൽസിന് S24 Ultra വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചൊന്നുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അങ്ങനെ ഒരു സംഭവം പറയുമ്പോൾ നമ്മളെന്തായാലും പക്ഷേ പിന്നെ നല്ല ഡീലിലാണ് കിട്ടുന്നത്. പിന്നെ S24 Ultraക്ക് ഇതുവരെയായിട്ട് ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കമൻറ്റ്സ് ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് വാങ്ങിക്കേണ്ട വീഡിയോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അതുണ്ട്. അല്ലെങ്കിൽ ഞാൻ സാംസങ് നിർത്തി എന്നൊക്കെ പറഞ്ഞതായിരുന്നു. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ S23 സീരീസ് ഒന്നും വാങ്ങിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സാംസങ് ഇനിയിട്ട് വാങ്ങിക്കില്ല എന്നല്ല, നല്ല സാധനം ഒന്ന് വാങ്ങിക്കുന്നു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് ഒരു ഷോർട്ട് സംഭവം കേട്ടോ. എന്താ വെച്ചാൽ ഫുൾ ഡീൽ പ്രൈസ് ഒന്നും എക്സ്പോസ് ആയിട്ടില്ല. എന്നാലും ഗൂഗിൾ പിക്സൽ 9 ഡീൽ സൂപ്പറാണ്. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തിലാണോ?